ദുബായിന്റെ നോർത്ത് നമുക്ക് നോക്കാം. എക്സിസ്റ്റിംഗ് എയർപോർട്ട് ഇവിടെയാണുള്ളത്. മാക്സിമം ഓക്കുപ്പൻസി റേറ്റും അതുപോലെ ഡെവലപ്മെന്റ്സും ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ദുബായ് സൗത്തിലേക്ക് പോയാൽ, അതായത് 2014 മിഷൻ പ്രകാരം ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് 80% ഡെവലപ്മെന്റ്സ് വരാൻ പോകുന്നത് നമ്മുടെ ദുബായ് സൗത്തിലാണ്. 2030 ആവും ഇതെല്ലാം ഒന്ന് കംപ്ലീറ്റ്ലി ഫംഗ്ഷനിലാവാൻ വേണ്ടി. നമ്മൾ മനസ്സിൽ വെക്കേണ്ട വർഷം 2029 ആണ്. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ കാണുന്ന നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ആകാൻ പോകുന്ന ദുബായ് അൽ മഖ്തൂം എയർപോർട്ട് തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മുടെ ദുബായ് എക്സ്പോ സിറ്റി. അതായത് ഏറ്റവും കൂടുതൽ എക്സിബിഷൻസ് ഇപ്പോൾ ദുബായ് നടക്കുന്നു, ഇനി നടക്കാൻ പോകുന്നതായിട്ടുള്ള സ്ഥലം. ഈ കാണുന്നതാണ് നമ്മുടെ ജാഫ്സ ജബൽ അലി ഫ്രീ സോൺ ഏരിയ. 3 ലക്ഷത്തിലധികം കമ്പനീസ് ഇൻക്ലൂഡിംഗ് ഫെഡെക്സ് ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കാണുന്നതാണ് യുഎഇയിൽ നിന്നല്ല, നമ്മുടെ GCCയിൽ തന്നെ ഏറ്റവും വലിയ പോർട്ടായിട്ടുള്ള ജബൽ അലി പോർട്ട്. തൊട്ടിപ്പുറത്തുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാൻമെയ്ഡ് ഐലൻഡ് ജബൽ അലി, പാം ജബൽ അലി. ഇനി ഞാൻ പറയാൻ പോകുന്നതാ ഈ കാണുന്ന പ്ലോട്ടിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ദമാമിന്റെ റിവർ സൈഡ്. ഇതിന്റെ പ്രത്യേകതയെ പറ്റി പറയുന്നതിന് മുന്നേ ചുറ്റുമുള്ള കാര്യങ്ങളൊന്ന് പറയാം. തൊട്ടിപ്പുറത്ത് വരുന്നതാണ് MRന്റെ ഗ്രാൻഡ് പോളോ. ഇവിടെ എൻട്രി പോയിന്റ് വരുന്നത് 5 മില്യൺ ആണ്. തൊട്ടപ്പുറത്തായിട്ട് വരുന്നതാണ് നമ്മുടെ MRന്റെ ഒയാസിസ്, എൻട്രി പോയിന്റ് 10 മില്യൺ. സൗത്ത് ആയിട്ട് വരുന്നുണ്ട് MR ഹൈറ്റ്സ്. ഇനി ഇതിന്റെ നടുക്കത്തെ കണക്ടിവിറ്റി നോക്കിയാൽ നമ്മുടെ എമിറേറ്റ്സ് മുഴുവൻ കണക്ട് ചെയ്യുന്ന എമിറേറ്റ്സ് റോഡ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ GCC മുഴുവൻ കണക്ട് ചെയ്യുന്ന ഇത്തിഹാദ് റെയിൽ ഇതിന് പാരലൽ ആയിട്ട് പോകുന്നുണ്ട്. ഇത്രയും ഹോട്ട് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഈ പ്രോജക്റ്റ് വാട്ടർ തീംഡ് ആണ്. ഒരു ആർട്ടിഫിഷ്യൽ റിവറോട് കൂടി ഇവിടെ 2500 ദിർഹംസ് നിങ്ങൾക്ക് മന്ത്ലി ചെലവാക്കാൻ കഴിയുമെങ്കിൽ ഒരു 1 ബെഡ്റൂം 1 മില്യൺ റേഞ്ചിൽ സ്വന്തമാക്കാൻ കഴിയും. എത്രയും പെട്ടെന്ന്